ഇത് മിസ് ചെയ്യരുത് കേട്ടോ. ഇത് 2,90,000 രൂപയ്ക്ക് മൈലേജിന്റെ രാജാവ് എന്ന് പറഞ്ഞാൽ 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. വില നമുക്ക് 5,65 കൊടുക്കാം. 2020 മോഡൽ 5,65. 5,65,000 രൂപയ്ക്ക് നിങ്ങൾ കൊടുക്കും. വേറെ ഒരു റീപ്ലേസും ഇല്ലല്ലോ. എടുത്ത ആൾക്കാർക്ക് എവിടെയും കൊണ്ടുപോയി കൊടുക്കുന്നൊക്കെ ചെക്ക് ചെയ്യാം. 2020 വണ്ടി 5,65,000 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒന്ന് നോക്കി ലോണും കിട്ടും. ഇത് നമുക്ക് 4,15 കൊടുക്കാം. 4,15,000 രൂപ കേട്ടോ. അതായത് 2015 വണ്ടി മോഡൽ എവിടെയെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ചു അല്ലേ. ഇതിന്റെ കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 56,000 സർവീസ്. 1,90,000 രൂപയ്ക്ക് ഹ്യുണ്ടായിന്റെ i10 താല്പര്യമുള്ളവർ നോക്കിക്കോളൂ. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 3,55 കൊടുക്കാം. 3,55,000. 14 ആയതുകൊണ്ട് ലോൺ കയറില്ല. 3,400 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 3,400 അപ്പോൾ 25,000 രൂപ കൊണ്ട് ഇങ്ങ് പോരെ. ചെറിയൊരു പൈസ നെഗോഷ്യബിൾ ആയി കൊടുക്കുകയും ചെയ്യും അല്ലേ? പൈസ എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 4,85 നെറ്റ് കൊടുക്കാം. 4,85,000 രൂപയ്ക്ക്, അതും ന്യൂ ഷേപ്പിലുള്ള ഹോണ്ട സിറ്റി 2015 വണ്ടി അല്ലേ. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഒരു യൂസ്ഡ് കാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത്രയും ഉപകാരമുള്ള ഒരുപാട് വണ്ടികളാണ് കേട്ടോ കാണിക്കുന്നത്. ഏകദേശം ഒരു 10-80ഓളം ചെറുവണ്ടികളാണ് എല്ലാം. അതായത് നമുക്ക് വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഈ ഒരു കാണുന്ന വണ്ടികളിൽ ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ ഞാനിന്ന് വന്നിട്ടുള്ള ഈ ഒരു ഷോറൂം എല്ലാവർക്കും പരിചയമുള്ള ഷോറൂമാണ്. നമ്മുടെ അൽ-അമീൻ യൂസ്ഡ് കാർസിലാണ് കേട്ടോ. അതായത് നമ്മുടെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി കാക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ അൽ-അമീൻ യൂസ്ഡ് കാർസാണ്. നമ്മളൊരു സമയത്ത് ഇവിടുന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് സ്ഥിരമായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്കിന്ന് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് മുതലാളി വിശേഷം? നല്ല വിശേഷം. കുറേ നാളായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടില്ലേ? ഹസൻഖാണ് കേട്ടോ. ഹസൻഖാണ് നമുക്ക് ഇന്ന് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത്. എല്ലാം ചെറുവണ്ടികളല്ലേ കാണിക്കുന്നത്? ചെറുവണ്ടികൾ, ചെറിയ പൈസേൻ്റെ വണ്ടികൾ. അടിപൊളി. അപ്പോൾ എന്തായാലും സാധാരണക്കാർക്ക് പറ്റുന്ന ഏറ്റവും ലോ ബഡ്ജറ്റ് വണ്ടികളാണ് ഇന്ന് കാണിക്കുന്നത് മുഴുവൻ കേട്ടോ. മാരുതി ഇത് ഏതൊക്കെ മോഡലൊക്കെ? ഇത് 2003 മോഡല്. 2003 ആണ് സ്റ്റാൻഡേർഡ് അല്ലേ. ഇത് AC ഇല്ലല്ലോ? AC ഇല്ല. പക്ഷെ വണ്ടി വൃത്തിയുണ്ട് അല്ലേ? പേപ്പർ എടുത്താണ് ഒരു മാസമായിട്ടുള്ള ടെസ്റ്റ് എടുത്തിട്ട്. അപ്പൊ നമുക്ക് 28 വരെ പേപ്പർ. അതെ അതെ അതെ. ഇന്റീരിയർ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആ പണ്ടത്തെ ആ ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, വലിയ ക്വാളിറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു ആവറേജ് വണ്ടി അല്ലേ. അതിനുള്ള പൈസക്കല്ലേ കൊടുക്കുള്ളൂ? 45,000 രൂപയ്ക്ക് 2003 മോഡൽ മാരുതി 800 അത്യാവശ്യം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന വൃത്തിയുള്ള ഒരു വണ്ടി അല്ലേ. മെയിനായിട്ട് 2028 വരെ പേപ്പർ ഉണ്ടാവും. ടയർ പുതിയതാണ്. അതെ അല്ലേ. ഇത് മേജർ റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. കിലോമീറ്റർ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. 45,000 രൂപേന്റെ വണ്ടിയല്ലേ അല്ലേ. ഓക്കെ. ടയർ ഭാഗങ്ങളൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനിൽ തന്നെ പറയാം കേട്ടോ. അതെ അതെ അതെ. ഇത് നമുക്ക് വേറെ ലോണോ കാര്യങ്ങളൊന്നും നടക്കൂല. ഓക്കെ. 45,000 രൂപയ്ക്ക് മാരുതി വേണ്ടവർ നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഒരു കിഡ് അല്ലേ. കിഡ് ഏതാ മോഡൽ? 2015 RXT സിംഗിൾ ഓണർ. 15 മോഡൽ RXT സിംഗിൾ ഓണർ. RXT എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ. 60,000 കിലോമീറ്റർ കമ്പനി സർവീസ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ബോഡി വൈസ് കുഴപ്പമൊന്നുമില്ല. ഒന്നും മാറിയിട്ടൊന്നും റീപ്ലേസ്മെന്റ് ഇല്ല. 60,000 കിലോമീറ്റർ ഹിസ്റ്ററി കിട്ടും അല്ലേ. ഇന്റീരിയർ ഒന്നും മോശമില്ല. ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും ഈ ഒരു വീഡിയോസ് എല്ലാം കാണിക്കുക, കാരണം ഒരുപാട് വണ്ടികൾ ആഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ്. 2016 അല്ലേ പറഞ്ഞത്? 2015 മോഡൽ. 15 നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? 2,15 കൊടുക്കാം. 2,15,000 രൂപ അല്ലേ. അത് നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? മാക്സിമം കുറച്ചിട്ടാണ്, ചെറിയ മാറ്റം എന്തായാലും ചെയ്തു. പിന്നെ നിങ്ങൾ ആലോചിക്കണ്ട, 2015 വണ്ടിയാണ് 2,15,000 സിംഗിൾ ഓണർ കമ്പനി സർവീസ്. ലോൺ കയറുമോ? ലോൺ ഫുള്ള് ചെയ്ത് കൊടുക്കും. ഫുൾ ലോൺ ഒരു പോലും വേണ്ട? ഒന്നും വേണ്ട. ഓക്കെ. ഇനി ഇതാണെങ്കിലോ? ഇത് 2012 ഫ്ലൂയിഡിക് i20. ഡീസലാണോ? ഡീസലാണ്. സ്പോർട്സ് അല്ലേ. 2012 എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 27 ഉണ്ടാവും. അലോയ് വീൽസ് കാര്യങ്ങളും ഉണ്ട് കേട്ടോ. കമ്പനി അലോയ് വീലും. അതെ അതെ അതെ. പിന്നെ എത്ര ഓട്ടോ എത്രയാ? ഇത് കിലോമീറ്റർ 1,12 ഓടിയുണ്ട്. 1,12,000 ജെനുവിൻ കിലോമീറ്റർ ആണല്ലോ അല്ലേ? ചെക്ക് ചെയ്തിട്ടില്ല, ഇന്നലെ വന്ന വണ്ടിയാണ്. ഓക്കെ. അതെന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. പഴയ വണ്ടികളൊക്കെ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ. ബാക്കി വേറെ ഒന്നുമില്ല, അപാകതകളൊന്നും. അടിപൊളി. ഫ്രണ്ടിലെ ടയറൊക്കെ അത്യാവശ്യം 80% ഉണ്ട്. ഇതിന് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമുക്ക് 2,70,000 കൊടുക്കാം. 2,70,000 രൂപ. i20 ഫ്ലൂയിഡിക് ഷേപ്പ് വണ്ടിയാണ് കേട്ടോ. നല്ല വൃത്തിയുണ്ട്. ഇത് ലോൺ കയറും? 2,15 വരെ ചെയ്തു. അപ്പൊ ഒരു 50,000 രൂപ കൊണ്ട് പോരും കേട്ടോ. ഇനി റിഡ്സ് ആണെങ്കിലോ? 2011 വീഡിയോ. ഡീസൽ വണ്ടിയാണ്. നല്ല മൈലേജ് കിട്ടും. രണ്ടാമത്തെ ഓണർ. അതെ അതെ. നമ്മുടെ കോട്ടറാജറ്റ് എഞ്ചിൻ തന്നെയല്ലേ? രണ്ടാമത്തെ ഓണറാണ് അല്ലേ. റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. എത്ര ഓടിയിട്ടുണ്ട്? 1,58 ഓടി. 1,58. അതൊക്കെ ജെനുവിൻ ആയിരിക്കും അല്ലേ? ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത 2011 വണ്ടി. മെയിനായിട്ട് പറയേണ്ടത് ഇന്റീരിയർ നല്ല നീറ്റ് ആണ് കേട്ടോ. നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുണ്ട്. ഫ്രണ്ടില് 2 ടയർ പുത്തൻ ടയറാണ് അല്ലേ? ആവറേജ് ടയറാണ്.
ഇത് വീഡിയോ അല്ല പറഞ്ഞാൽ ഫോളോവർ വിൻഡോ ഉണ്ടാവും അല്ലേ? എന്താ പ്രൈസ്? ഇത് നമുക്ക് 2,35 കൊടുക്കാം. 2,35,000 രൂപ. 2,35,000 രൂപയ്ക്ക് ഡീസൽ വണ്ടി കേട്ടോ. 2 ലോൺ കയറുമോ? 2ന്റെ അടുത്ത് കയറും അല്ലേ? ഒരു 10-35 രൂപ ആണ്. അതെ അതെ. ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു മൈലേജിന്റെ രാജാവാ. അതെ, ഡീസലാണോ? ഹോണ്ട അമേസ് ഡീസൽ. ഹോണ്ട അമേസ് ആട്ടോ, സോറി, ഹോണ്ട അല്ല, ഹോണ്ട അമേസ് ഡീസലാണ്. ഇതേതാ മോഡല്? ഇത് 2014 മോഡല് SMT ആണ് വേരിയന്റ്. SMT, അതായത് എസ് വേരിയന്റ് അല്ലേ? എത്ര ഓടിയിട്ടുണ്ട്? ഇത് 60,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട്. 60 ഓടിയിട്ടുള്ളൂ അല്ലേ? 2014 60 ജെനുവിൻ ആണോ? കറക്റ്റ് സർവീസ് ഉണ്ട് അല്ലേ? പിന്നെ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ പഴയ മോഡലാണെങ്കിലും സാധനം അതിലുണ്ട്. ഒരു 80% ടയറും ഉണ്ട്. ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇത് നമുക്ക് എന്താ പ്രൈസ്? നമുക്ക് 2,90,000 രൂപ കൊടുക്കാം. എത്ര? 2,90,000 കൊടുക്കാം. 2,90,000 60,000 കിലോമീറ്റർ ഓടി വണ്ടി. 60,000 കിലോമീറ്റർ ഓടി വണ്ടി. റീപ്ലേസ് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2,90,000 കൊടുക്കും. ഇത് മിസ് ചെയ്യരുത് കേട്ടോ. ഇത് 2,90,000 രൂപയ്ക്ക് മൈലേജിന്റെ രാജാവ് എന്ന് പറഞ്ഞാൽ 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അത് മിസ് ചെയ്യാണ്ട് നോക്കിക്കോളൂ. ഇനി ഈ സ്വിഫ്റ്റ് ആണെങ്കിലൊക്കെ 2015 സിംഗിൾ ഓണർ ഡീസൽ. 2015 സിംഗിൾ ഓണർ ഡീസൽ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 60ന്റെ ചോട് ഓടിയിട്ടുള്ളൂ. അടിപൊളി. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ്. ടയർ ഭാഗങ്ങൾ ഫ്രണ്ട് 2 പുതുപുത്തൻ ടയറാണ്. 2015 വണ്ടി. 15 അല്ലേ? അതായത് മോഡൽ കൂടിയ സ്വിഫ്റ്റ് വേണ്ടവർ നോക്കിക്കോളൂ. മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ്. കിലോമീറ്ററും ലോ കിലോമീറ്റർ ആണ്. എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 4,15 കൊടുക്കാം. 4,15,000 രൂപ കേട്ടോ. അതായത് 2015 വണ്ടി എവിടെയെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ചു അല്ലേ? ഇതിന്റെ കിലോമീറ്റർ എത്രയായിരുന്നു? 56,000 സർവീസ് ഉണ്ട്. അത്രയും ലോ കിലോമീറ്റർ വണ്ടിയാണ്. 4,15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. എന്തെങ്കിലും കുറയൂലേ? ചെറിയ മാറ്റം പറ്റി കൊടുക്കാം. ഫുൾ ലോൺ ചെയ്യാം. ആവശ്യക്കാർക്ക് ലോൺ. അതെ അതെ. ടവേര ആണെങ്കിലോ? ടവേര 2005 മോഡലുള്ളൂ. 2005 15 അതെ അതെ അതെ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. LT ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. ഫ്രണ്ട് കാര്യങ്ങളൊക്കെ വരും. ബാക്ക് വൈപ്പർ എല്ലാം വരും. അതായത് നിങ്ങളൊരു ടാക്സി ഓടിക്കാനോ എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾ നല്ലൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. എറണാകുളം രജിസ്ട്രേഷൻ ആണ്. ഇത് ഓട്ടോ ഒക്കെ പറയണോ? ഇത് ഓട്ടം 140 ഓടി. 140 ഓടി അല്ലേ? പിന്നെ ഇതൊക്കെ പാർട്സ് ഒക്കെ കിട്ടും? ഇപ്പൊ എല്ലാ പാർട്സും കിട്ടും അല്ലേ? കാരണം ഏറ്റവും കൂടുതൽ ടാക്സി ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ്. ഇത് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 150 കൊടുക്കുന്നത്. 1.5 ലക്ഷം രൂപ. കൂടുതലല്ലേ? വണ്ടി ഉണ്ട് വൃത്തിക്ക് അനുസരിച്ച് അല്ലേ? ഓക്കെ. അപ്പൊ 2005 മോഡൽ പേപ്പറും ഉണ്ട്. അതെ അതെ അതെ. ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ക്വാളിറ്റി ഉള്ള വണ്ടി വേണ്ടവര്. അതുപോലെ തന്നെ സ്കോർപ്പിയോ ആണെങ്കിലോ? സ്കോർപ്പിയോ ഇത് 2008 എംഹോക്ക്. 8 എംഹോക്ക് ആണല്ലേ? പുതിയ ടെസ്റ്റ് 28 വരെ പേപ്പർ ഉണ്ട്. 28 വരെ. ഓക്കെ. എന്താ കണ്ടീഷൻ? VLX ആണ്. ഇത് ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. എഞ്ചിനൊക്കെ പക്ക വൃത്തി. എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഓട്ടം 2ന്റെ അടുത്ത് ഓടിയുണ്ട്. 2ന്റെ അടുത്ത് ഓടി അല്ലേ? അതൊക്കെ ജെനുവിൻ ആയിരിക്കുമോ? ചെക്ക് ചെയ്തിട്ടില്ല. 2008 വണ്ടി ഏകദേശം ആയിരിക്കും അല്ലേ? ഓട്ടം കറക്റ്റ് നമ്മൾ പ്രത്യേകം എടുത്തു. അതെ അതെ. ഇത് മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അതെ. അലോയ് വീലും കാര്യങ്ങളൊക്കെ ഒരു ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 60% ഉണ്ട്. ഒന്ന് പെയിന്റ് ഒക്കെ ടച്ച് ചെയ്ത് ഒന്ന് വൃത്തിയാക്കാണ്ടല്ലേ? ഒന്ന് പോളിഷ് ഒക്കെ ചെയ്യാണ്ട് ആ വിലക്ക് കൊടുക്കാൻ പറ്റുമോ? 2,60,000 രൂപ. 2008 വണ്ടി കേട്ടോ. എംഹോക്ക്. അതെ അതെ അതെ. കുറച്ചുകൂടി കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ കുറയും. പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഈ സ്കോർപ്പിയോ ആണെങ്കിലോ? ഇത് 2009 ആണ്. ന്യൂ മോഡലാണ് കേട്ടോ. ന്യൂ മോഡൽ 2009 ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണല്ലേ? അടിപൊളി. ഓ, ഇത് നിങ്ങളെ വണ്ടിയാന്ന് തോന്നുന്നല്ലോ. നമ്മൾ കുറെ കാലം കൊണ്ടുവരുന്നുണ്ട്. 10 വർഷം പോലെ നമ്മൾ കൊണ്ടുവരുന്നത്. അതെ അല്ലേ? ഇവിടെ ഇവരുടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളിത് കൊടുക്കുകയാണ്. ഓട്ടോമാറ്റിക് വണ്ടി നിലവിൽ ഇപ്പൊ കൊണ്ടുവരുന്നോണ്ട് നിങ്ങളെ സ്വന്തം വണ്ടിയാണ് കയ്യിൽ കൊണ്ടുവരണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമല്ല. നീറ്റ് ഒക്കെ നീറ്റ്. ടയർ വന്നിട്ട് ഇപ്പൊ പുതിയായിട്ട് ഓടിയില്ല. അതെ അല്ലേ? ടയറൊക്കെ ഏകദേശം ഒരു 90% തന്നെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 3,500 രൂപ കൊടുക്കാം. 3,500 പറയാനുണ്ടോ? ചെറിയ മാറ്റം വരാനുള്ളൂ അല്ലേ? ഓക്കെ. എന്തായാലും 3,50,000 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് സ്കോർപ്പിയോ കൊണ്ടുപോകാട്ടോ. ഒക്കെ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. എല്ലാം പിന്നെ പഴയ വണ്ടികളാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. വീണ്ടും ലോ ബഡ്ജറ്റ് വണ്ടികൾ അവസാനിക്കുന്നില്ല. ഈ ഒരു നേരം മുഴുവൻ ലോ ബഡ്ജറ്റ് ആണ്. കാണിച്ചു തരാം. പിന്നെ സെലാരിയോ ഏതാ മോഡൽ? സെലാരിയോ 2017 മോഡൽ സിംഗിൾ ഓണർ. 17 മോഡൽ സിംഗിൾ ഓണർ. എത്ര ഓടി ഉണ്ട്? 90,000 കിലോമീറ്റർ ഓടി. 90 ഓടി അല്ലേ? 2017 സിംഗിൾ ഓണർ. ഈ 90 ഒക്കെ ജെനുവിൻ ആണല്ലോ അല്ലേ? മാക്സിമം റീപ്ലേസ് ഒന്നുമില്ല. VXI ആണോ? VXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക് ഒക്കെ വരും. 4 ടയർ പുത്തൻ ടയർ. 95% ടയർ ഉണ്ട്. അതെ, സിംഗിൾ ഓണർ ആണ്. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ നീറ്റ് ആണ് അല്ലേ? സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? നമുക്ക് 3,65,000 നെറ്റ് കൊടുക്കാം. 3,65,000 രൂപ. 2017 വണ്ടിയാണ് കേട്ടോ നിങ്ങൾ ആലോചിക്കണത്. ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ലോ ബഡ്ജറ്റ് അടുത്തത് ഇതേതാ? അത് 2012 i10. 12 i10 കാപ്പ 1.2 വരും. കാപ്പ 2 എന്ന് വരുന്ന മോഡൽ കേട്ടോ. എഞ്ചിൻ
2012 എത്ര ഓടിയിട്ടുണ്ട്? സിംഗിൾ ഓണർ വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടി 89,000 കിലോമീറ്റർ. 89 ജെനുവിൻ ആയിരിക്കും. കമ്പനി സർവീസസ്. സെക്കൻഡ് ഓണർ പറഞ്ഞപ്പോൾ ഡീലറെ പേരിലും. അതെ അതെ അതെ. പിന്നെ ഇതൊന്നും ആരും അങ്ങനെ തിരിക്കാനൊന്നും നിൽക്കില്ല കേട്ടോ, വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ ഇന്റീരിയർ ആണെങ്കിലും മോശമൊന്നുമില്ല, നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓവറോൾ ഒരു വൃത്തിയുള്ള വണ്ടി, ഒരു ഫാമിലിക്ക് ഒരു ചെറിയ പൈസ എടുത്ത് ഉപയോഗിക്കാം അല്ലേ? എത്രയ്ക്ക് കൊടുക്കാം? 190 കൊടുക്കാം. 190. കുറേ ഉണ്ടോ? മാക്സിമം കുറച്ച് 2,500 ചോദിക്കണം. 2012 വണ്ടി അല്ലേ? 1,90,000 രൂപയ്ക്ക് ഹ്യുണ്ടായിന്റെ i10 താല്പര്യമുള്ളവർ നോക്കിക്കോളൂ. അതുപോലെ തന്നെ പുതിയ മോഡൽ i10, ഏറ്റവും പുതിയ വണ്ടിയാണല്ലോ. ഗ്രാൻഡ് i10 2015 മോഡൽ. 15 ആണോ? 15 നല്ല വൃത്തിയുണ്ടല്ലേ വണ്ടി. ഇത് ഏതാ വേരിയന്റ് വരുന്നത്? ഇത് സ്പോർട്സ് സെക്കൻഡ് ഓണർ അല്ലേ? 76,000 കിലോമീറ്റർ. 76 ജെനുവിൻ ആയിരിക്കും അല്ലേ? പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ വണ്ടി നല്ല. ഇത് എന്താണെന്നറിയോ, ഒരു 2019 വൃത്തിയുണ്ട് കേട്ടോ. ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല. റീപെയിന്റ് ഒക്കെ വന്നിട്ടുണ്ടാവും അല്ലേ? അതെ അല്ലേ? ഇത് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി. അടിപൊളി. എന്താ വില വരുന്നത്? ഇത് നമുക്ക് 3.5 കൊടുക്കാം. 3,50,000 രൂപയ്ക്ക് 2015 മോഡൽ i10 എക്സ്ട്രാ നീറ്റ് വണ്ടി. 4 ടയർ, പുത്തൻ ടയർ ഉള്ളത് കേട്ടോ. എന്തായാലും നോക്കിക്കോളൂ, ടയറൊക്കെ നല്ല ഫ്രഷ് കണ്ടീഷൻ ടയറാണ്. ഒരു 3.25 ലോൺ ചെയ്യാം. 3.25 ചെയ്യാം അല്ലേ? ഓക്കെ. നമ്മൾ ഈ പറഞ്ഞ വണ്ടിക്കൊക്കെ ഏകദേശം ഒരു 80% ഒക്കെ ലോൺ കിട്ടും. ഞാൻ എടുത്തു പറയുകയും ചെയ്യാം കേട്ടോ. എല്ലാം കിട്ടും, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് എടുത്ത് പറയാത്തത്. ഇനി ഇതാണെങ്കിലോ? ഇത് 2014 ZXi. 14 ZXi പെട്രോളിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അന്നത്തെ. അതെ അതെ. സെക്കൻഡ് ഓണറാ? സെക്കൻഡ് ഓണർ. ഇതും ഈ പറഞ്ഞ പോലെ അലോയ് വീലും കാര്യങ്ങളൊക്കെ കമ്പനി ഫിറ്റർ ആയിട്ട് വരും. ഫുൾ ഓപ്ഷൻ അല്ലേ? പിന്നെ ഇതിന്റെ അകത്ത് നല്ല അടിപൊളി 4 ടയറും ഉണ്ട് കേട്ടോ. സെക്കൻഡ് ഓണർ 76,000 ഓടി. 76,000 അല്ലേ? അത് ജെനുവിൻ കിലോമീറ്റർ ആയിരിക്കും. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഗ്യാരണ്ടി ആണ് അല്ലേ? ഒരു ക്യാമറയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല വൃത്തി, നീറ്റ് ആൻഡ് ക്വാളിറ്റി. പെട്രോൾ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് ഒരു 15 കിലോമീറ്ററിനുള്ളിൽ മൈലേജും കിട്ടും. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 3,55 കൊടുക്കാം. 3,55,000. 14 ആയതുകൊണ്ട് ലോൺ കയറില്ല. 3,400 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 3,400. അപ്പോൾ ഒരു 25,000 രൂപയും കൊണ്ട് ഇങ്ങ് പോരെ. ചെറിയൊരു പൈസ നെഗോഷ്യബിൾ ആയി കൊടുക്കുകയും ചെയ്യും അല്ലേ? പൈസ. നമ്മുടെ വ്യൂവേഴ്സിന് എന്തായാലും പ്രത്യേക ഡിസ്കൗണ്ട് വേണം കേട്ടോ. ഇത് മൊത്തം കുറച്ച് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ എഴുതി വെച്ച വില ഉണ്ട്. അതെ മാക്സിമം കുറയ്ക്കാം വണ്ടികളൊക്കെ. അതെ അതെ അതെ. ഇനി ഈ അമേസ് ആണെങ്കിലോ? ഇത് 2020 അമേസ് ആണ്. പെട്രോൾ അല്ലേ? 2020 പെട്രോൾ. 30,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർ. ഫസ്റ്റ് ഓണർ ആണ്. ഇപ്പൊ സെക്കൻഡ് ഓണർക്ക് മാറാൻ കൊടുത്തത്. അതായത് നിങ്ങൾ ഓക്കെ. ഈ പലരും ഈ വണ്ടി സെക്കൻഡ് ഓണർ ആവുന്നതിന്റെ കാരണം ഈ പേര് നിങ്ങളുടെ പേരിലേക്ക് മാറ്റും. അതാണ് പ്രശ്നം കേട്ടോ. അത് നോക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. 2020. അതെ അതെ അതെ. 30 സംതിങ് കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ് ഉണ്ട്. വില കുറച്ച് കൊടുക്കും ചെയ്യാം. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും? വേറെ മേജർ അപ്രോണോ കുറ്റിക്കാരനൊന്നും പോയി. ബോണ്ട് ഒന്നും മാറിയില്ലല്ലോ? ഓക്കെ. മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ കേട്ടോ. വേരിയന്റ് ഏതാ? ഇത് വേരിയന്റ് എസ് അല്ലേ? എല്ലാതൊക്കെ വരും. ബാക്കി എല്ലാം വരും. വില പറഞ്ഞു. വില നമുക്ക് 5,65 കൊടുക്കാം. 2020 മുകളിൽ 5,65. 5,65,000 രൂപയ്ക്ക് നിങ്ങൾ കൊടുക്കും? വേറെ ഒരു റീപ്ലേസ് ടെസ്റ്റ് എടുത്ത ആൾക്കാർക്ക് അവിടെയും കൊണ്ടുപോയി കൊടുക്കുന്നൊക്കെ ചെക്ക് ചെയ്യാം. 2020 വണ്ടി 5,65,000 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒന്ന് 6,500 ലോണും കിട്ടും. 6,500 വരെ കിട്ടും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു 1,00,000 രൂപ അങ്ങോട്ട് തരികയും ചെയ്യാം കേട്ടോ. ഇനി ഇത് ഡീസലാണോ? ഇത് 2015 ഡീസൽ. 15 മോഡൽ ഡീസൽ സിറ്റി ആണ് കേട്ടോ. റീ ആണ്. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റോ എന്തെങ്കിലും ഒന്നുമില്ലല്ലോ. എത്ര ഓടിയുണ്ട്? ഇത് 88,000 കിലോമീറ്റർ. 88,000 ജെനുവിൻ കിലോമീറ്റർ. അതർ സ്റ്റേറ്റ് ആണ് ഉറപ്പ് പറയുന്നത്. അതെ അതെ. കിലോമീറ്റർ ജെനുവിനിറ്റി പറയുന്നില്ല, ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തോളാം. അതുപോലെ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇന്റീരിയർ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് കേട്ടോ. എല്ലാ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് അല്ലേ? എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 4,85 നെറ്റ് കൊടുക്കാം. 4,85,000 രൂപയ്ക്ക്, അതും ന്യൂ ഷേപ്പിലുള്ള ഹോണ്ട സിറ്റി 2015 വണ്ടി അല്ലേ? ഡീസലാണ്. 25 കിലോമീറ്റർ മൈലേജ് കിട്ടും. അത് മറക്കരുത്. കിടിലൻ കിളിക്കുഞ്ഞു വണ്ടി അല്ലേ? ഇനി ഈ ജാസ് ആണെങ്കിലോ? ജാസ് ആണെങ്കിൽ 2018 വി ആണ് ഓപ്ഷൻ. ഡീസലാണ്. 18 വി. ഇതിന്റെ അകത്തും 4 നല്ല ഗുഡിയറിന്റെ പുത്തൻ ടയർ അല്ലേ? ഓടാത്ത ടയറാണ് കേട്ടോ. ജാസ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് അല്ലേ? ഇത് പെട്രോൾ അല്ലേ വണ്ടി? ഡീസലാണ്. 2018. 18 ഡീസൽ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വണ്ടിയാണ് ഹോണ്ടന്റെ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1.5 ഓടിയുണ്ട്. 1,05,000. അതെന്തായാലും ഓടൂല, കുറ്റം പറയാൻ പറ്റൂല. 25-26 കിലോമീറ്റർ മൈലേജ് കിട്ടും. അതെ അതെ. പിന്നെ ഒരു കോമ്പാക്ട് വണ്ടിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള. അലോയ് വീൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 4 ടയർ, പുതിയ ടയർ നിങ്ങൾക്ക് കിട്ടും. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? നമ്മൾ 6,50 ചോദിക്കണം. 6.5 കൊടുക്കാം. 6.5 കൊടുക്കാം. ഇത് ലോണോ? ലോൺ 6.5 ചെയ്ത് കൊടുക്കാം. വണ്ടിക്ക് 6 കിട്ടും. ബാക്കി വരുന്ന കസ്റ്റമർ പേപ്പർ വെച്ച് നമുക്ക് കൊടുത്താൽ മാക്സിമം 6 വരെ കിട്ടും. കൂടുതൽ കിട്ടണേ മേടിച്ചും കൊടുക്കാം അല്ലെ? 6,50,000 രൂപയ്ക്ക് അടിപൊളി 2018 മോഡൽ. 18 മോഡൽ
ജാസ് കേട്ടോ, ഒന്ന് നോക്കിക്കോളൂ. എല്ലാവരുടെയും ഇഷ്ട വാഹനങ്ങളിലൊന്നല്ലേ ആൾട്ടോ 800 ആണ്. ഇത് ഏതാ മോഡൽ? ഇത് 2018 മോഡൽ 19 രജിസ്ട്രേഷൻ. 18 മോഡൽ 19 രജിസ്ട്രേഷൻ ഉണ്ടല്ലേ. അപ്പൊ മോഡൽ കൂടിയ വണ്ടിയാണ്. മെയിൻ ക്ലാസ്സിൽ ഒരു ക്രാക്ക് ഉണ്ട്. അത് വേണമെങ്കിൽ അത്ര പ്രശ്നമൊന്നും ഇല്ല അല്ലേ? അതെ അതെ. അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് 18 മോഡൽ 19 രജിസ്ട്രേഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ സീറ്റ് കവറൊക്കെ ഒന്നും ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ? അതെ അതെ, ലേശം ഒരു മുഷിലുണ്ട്. ഇത് നമുക്ക് എത്ര ഓടിയിട്ടുള്ള? 80,000 കിലോമീറ്റർ ഓടി. അത്യാവശ്യം ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 2.85 നെറ്റ് കൊടുക്കാം. 2,85,000. കുറയാനുണ്ടോ? ഇനി ചെറിയൊരു മാറ്റം കിട്ടും അല്ലേ? ഒരു 2 രൂപ ഇത് 2,60-2,70 ലോണും കിട്ടും. അപ്പൊ ഏകദേശം ഒരു 10,000 രൂപ കൊണ്ടുവന്നാല് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം കേട്ടോ. ഇനി ഈ ഇതാണെങ്കിലോ? ഇത് 2019 ആണ്. 19 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. ഇതൊരു വേറെ കളറാട്ടോ, നീല കളർ വണ്ടിയാണ്. ഇതും പിന്നെ ഓട്ടോ എത്രയാ? ഇത് ഓട്ടോ 80 ഓടിയുണ്ട്. 80 ഓടിയുണ്ട് അല്ലേ? ഏകദേശം എല്ലാം ഒരേ റേഞ്ചിൽ ഓടിയിട്ടുണ്ട് അല്ലേ? 86 ഓടിയുണ്ട്, അത് 80 ഓടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. ഇത് LX ആണോ VX ആണോ? ഇത് LX, രണ്ടും LX ആണ്. എസിയും പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോ ഉണ്ടാവും. ഇതിൽ 4 അതെ അതെ 4 പുത്തൻ ടയർ ഉണ്ട് കേട്ടോ. സെന്റർ ലോക്ക് കൊണ്ട്. സീറ്റ് കവർ ഒന്നും മോശമൊന്നുമില്ല, ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 2.95 നെറ്റ് കൊടുക്കാം. 2.95 അല്ലേ? ഓക്കെ. ക്വാളിറ്റി ഉള്ള വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ 2,95,000 രൂപയ്ക്ക് ഫുൾ ലോൺ അല്ലേ? ഫുൾ ലോണും കിട്ടും കേട്ടോ. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇനി ഈ യോൺ ആണെങ്കിലോ? ഈ യോൺ ആണെങ്കിൽ 2018 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. 18 മോഡൽ സിംഗിൾ ഓണർ 60,000 കിലോമീറ്റർ ഓടി, കമ്പനി സർവീസ്. 60 ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ. ഇത് ഏതാ വേരിയന്റ്? ഇറാ പ്ലസ്. എസിയും പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോ സെറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ മോശമൊന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. കമ്പനി 60,000 ഹിസ്റ്ററി കിട്ടും. അപ്പൊ എല്ലാ സംഭവവും പക്കയായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതെ അതെ. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 2.60 കൊടുക്കാം. 2,60,000 രൂപ. 2018 വണ്ടി കേട്ടോ. 18 വണ്ടിയാണ് 2,60,000 രൂപയ്ക്ക് കിട്ടുന്നത്. ഒന്ന് നോക്കിക്കോളൂ. ക്വാളിറ്റി ഉള്ള വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ട്, ഫുൾ ലോണും കിട്ടും അല്ലേ? ഇത് കൊടുത്താ? ഇനി ഈ വെള്ള യോൺ ആണെങ്കിലോ? 2018 മോഡൽ. 18 മോഡൽ സിംഗിൾ ഓണർ 43,000 കിലോമീറ്റർ ഓടി. 43,000. 18 മോഡൽ സിംഗിൾ ഓണർ 43,000 എന്ന് പറയുമ്പോൾ ലോ കിലോമീറ്റർ ആണല്ലേ? നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു 18 കാണിച്ചു. ഇനി ഒരു 18 കൂടി വേണ്ടവരുണ്ടെങ്കിൽ നോക്കിക്കോ. ഇന്റീരിയർ ഒക്കെ നീറ്റാണ്. എക്സ്റ്റീരിയർ ആണെങ്കിലും ചെറിയ ചെറിയ ടച്ചപ്പ് ഒക്കെ അവിടെ ഇവിടെ ഉണ്ട്. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ 40,000 ജെനുവിൻ ആണല്ലോ? എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 2.5 രൂപ കൊടുക്കാം. 2,50,000 രൂപ കൊടുക്കാം. 50 അല്ലേ? 2,50,000 രൂപയ്ക്ക് നല്ല അടിപൊളി ഇയോണ്. അതുപോലെ തന്നെ ലോണൊക്കെ കയറില്ലേ? ഫുൾ ലോൺ കയറും. 1 രൂപ കൊണ്ടുവരണ്ട കേട്ടോ. ഫുൾ പൈസ നിങ്ങൾക്ക് ലോണ് കിട്ടും. ഒരു 1,00,000 രൂപയ്ക്ക് എത്ര രൂപ അടവ് വരും? 1,00,000 2,800. 2,800 5 വർഷത്തേക്ക് അല്ലേ? 5 വർഷത്തേക്കല്ലേ? 5 വർഷം വരെ കിട്ടും. 18 വണ്ടിയാണ്. 18 വണ്ടി. അപ്പോൾ 5 വർഷം ആകുമ്പോൾ 2,300 ഒക്കെ അല്ലേ വരുള്ളൂ? നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ ഏകദേശം ഒരു 17,000 രൂപ അടയ്ക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാം കേട്ടോ. ഇനി വാഗണർ ആണെങ്കിലോ? 2017 ഓട്ടോമാറ്റിക്. 17 ഓട്ടോമാറ്റിക് അല്ലേ? 17 എത്ര ഓടിയിട്ടുണ്ട്? 17 59,000 കിലോമീറ്റർ കമ്പനി സർവീസ്. 59,000 കമ്പനി സർവീസ്. നീറ്റ് വണ്ടിയാണ്, നല്ല രസമുള്ള ഒരു കളറുമാണ്. ഇത് സെപ്പറേറ്റ് അടിച്ചാണോ? അല്ല അല്ലേ? കമ്പനി വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഒരു ചെറിയൊരു ഗ്ലേസിംഗ് ഒക്കെ ഉള്ള സാധനം. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. LX VX ആണ് ഓട്ടോമാറ്റിക്. അതെ. പിന്നെ ബാക്ക് വൈപ്പർ വരും, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കലി വരും. റീപ്ലേസ് ഒന്നുമില്ല. നീറ്റ് വണ്ടി അല്ലേ? 59,000 ഓട്ടോമാറ്റിക് ചെറുവണ്ടി ഇറങ്ങിയെടുക്കാൻ. എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 3.85 കൊടുക്കാം. 3,85,000 രൂപ. നെഗോഷ്യബിൾ ആയി കൊടുത്തൂടെ? മാക്സിമം ചെറിയ 4 രൂപ നമ്മൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് കൊടുക്കാം. 5 രൂപേന്റെ മാറ്റം കുറച്ച് കൊടുക്കാം. ലോൺ ഏകദേശം 3.45-3.50 ലോണും ചെയ്യാം. ഫുൾ ലോൺ തന്നെ ചെയ്യാം അല്ലേ? ഓക്കെ. ഏകദേശം നിങ്ങൾക്ക് ഫുൾ ലോണും കിട്ടും കേട്ടോ. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, കാണുമ്പോൾ പ്രശ്നമൊന്നുമില്ല. എഞ്ചിൻ പരമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തോളുക. ഇതാണെങ്കിലോ? ഇത് 2014 VXi CNG. 14 VXi CNG അല്ലേ? ബൂട്ട് സ്പേസ് ലേശം കുറയുന്നുള്ളത് ചോദിച്ചാൽ വേറെ ഒരു പ്രശ്നമില്ല. നല്ല മൈലേജ് കിട്ടും. 25 എന്തായാലും കിട്ടും അല്ലേ? അതെ അതെ. പിന്നെ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. ബോഡി വൈസ് ഒന്നും കാര്യമായ പ്രശ്നമൊന്നുമില്ല. ഇതും VXi തന്നെയല്ലേ വരുന്നത്? AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരും. അതുപോലെ തന്നെ നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. CNG അത്യാവശ്യം വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. കമ്പനി കിറ്റാണ്. 5 വർഷം വാറണ്ടിയിലെ കിറ്റ് ആയിട്ടില്ല. അതെ അല്ലേ? ഓക്കെ. റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. നീറ്റ് വണ്ടിയാണ്. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 3.5 കൊടുക്കാം. 3,50,000. 2014 മോഡൽ. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 77,000 ഓടി. 77,000 ഓടി 2014 വണ്ടി. CNG 3,50,000 രൂപ. ഫുൾ ലോൺ കയറുമോ? ഫുൾ ലോൺ കയറില്ല. 3.4 വരെ മാക്സിമം അല്ലേ? അപ്പം എന്തായാലും നോക്കിയോ, 3,25,000 രൂപ മാക്സിമം ലോൺ കിട്ടും. പിന്നെ നമ്മൾ ഈ കാണിക്കുന്ന വണ്ടികൾക്കൊക്കെ അത്യാവശ്യം ഒരു 80-90% ടയർ ഉണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് പറയുന്നില്ല എന്നേ ഉള്ളൂ.
പിന്നെ പാർട്ടി ബന്ധപ്പെട്ട നമുക്ക് ഓരോ വണ്ടിന് സെപ്പറേറ്റ് ഫോട്ടോ അയച്ചു കൊടുക്കാം. അതായത് വണ്ടികൾക്ക് കാറ്റലോഗ് ആദ്യം അയച്ചു കൊടുക്കുക, അതിൽ മെൻഷൻ ചെയ്ത് വിട്ടാൽ അതിന്റെ ബാക്കി ഡീറ്റെയിൽ അയച്ചു കൊടുക്കുക അല്ലേ. പിന്നെ വണ്ടീന്റെ നമ്പറിലൊന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, ഡീറ്റെയിൽ അയച്ചു തരാൻ പറഞ്ഞാൽ ഇക്ക അയച്ചു തരും. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ വീഡിയോന്റെ മേൽഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അടക്കം എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇനി ഇത് കാണിക്കണോ? ഇത് 2013 VXi 13 VXi അല്ലേ. സെക്കൻഡ് ഓണർ ആണ്. 60 ഓടിയിട്ടുള്ളൂ. 60 ഓടിയിട്ടുള്ളൂ. പെയിന്റ് ഒക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്, പോളിഷ് ചെയ്തിട്ടില്ല. ഇത് ഓട്ടത്തിലാണ് 60 ഓടിയിട്ടുള്ളൂ. ജെനുവിൻ രണ്ടാമത്തെ ഓണർ, ജെനുവിൻ സർവീസ്. ഓക്കെ. ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയാണ് കേട്ടോ, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്ന് പോളിഷ് ഒക്കെ ചെയ്താൽ വണ്ടി വൃത്തിയാവും. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും VXi ആണല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ളതൊക്കെ കിട്ടും. ഇതിനും ടയർ ഏകദേശം ഒരു 80% മേലെ ഉണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ലാത്ത നല്ല വണ്ടി. പിന്നെ ഇത് നമുക്ക് എത്ര കൊടുക്കാം? നമുക്ക് 275 കൊടുക്കാം. 2013 VXi 2,75,000. 2013 VXi ആണ് കേട്ടോ. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല 2,60 ലോൺ ചെയ്യാം. ആ പൈസക്ക് അത് മുതലാണ് കേട്ടോ. അതായത് എല്ലാവരും ചോദിക്കുന്ന വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റേറ്റിൽ അത് മുതലാന്നേ ഞാൻ പറയുള്ളൂ. ഈ ഒരു വണ്ടി എന്തായാലും ഇവർ പറയുന്ന പ്രൈസിന് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ഡീറ്റെയിൽ ഒന്ന് ചോദിച്ചു നോക്കാം. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2015 മോഡൽ ടിസ്റ്റ് ആണ്. നാനോ 15 ടിസ്റ്റ്. ഇത് നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. 16 അല്ലേ. ഇത് എസിയും പവർ സ്റ്റിയറിംഗും വരും. ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ആണ്, കുഴപ്പമൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ഓടിയിട്ടുണ്ട്? 76,000 ഓടി. 76,000 അല്ലേ. 2015 മോഡൽ വണ്ടിയാണ്. അത്യാവശ്യം മോഡൽ കൂടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് നമുക്ക് എന്താ വില വരുന്നത്? മൈലേജ് നല്ല മൈലേജും കിട്ടും. ഇത് നമുക്കൊരു 85 രൂപ കൊടുക്കാം. 85,000 കൊടുക്കാം. 2015 അതെ അല്ലേ. 85,000 രൂപയ്ക്ക് AC പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ഉള്ള വണ്ടി. പുതിയ ഇൻഷുറൻസ് അടച്ചു കൊടുക്കും. പുതിയ ഇൻഷുറൻസ് അടച്ചു കൊടുക്കാം. ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. 2015 വണ്ടിയാണ് 85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ ഒരു മഞ്ഞക്കിളി ഉണ്ടല്ലോ. മഞ്ഞക്കിളി ഉണ്ട്. ഇതേതാ മോഡൽ? ഇത് 2012 മോഡല്. ചെറിയ ക്രാക്ക് ഉണ്ട്. മെയിൻ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് അല്ലേ. ചെറിയ പൊട്ടുണ്ട്. അതെ അതെ. 2012 ആകുമ്പോൾ അതിലും കുറയുമല്ലോ. ഇത് 48 രൂപയ്ക്ക് നമുക്ക് പുതിയ ഇൻഷുറൻസ് അടച്ചു കൊടുക്കാം. AC മാത്രമേ ഉള്ളൂ കേട്ടോ. AC വിൻഡോ, AC പവർ വിൻഡോ ഉണ്ട് അല്ലേ. പിന്നെ ആവറേജ് വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ആ 48,000 രൂപയ്ക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. എഞ്ചിൻ പരമായിട്ട് എന്താ സ്ഥിതി? എഞ്ചിൻ പരമായി പക്കയാണ്. പെട്രോൾ വണ്ടി ഒന്നും സംഭവിക്കാനില്ലല്ലോ അല്ലേ. അതെ അതെ. അപ്പം എന്തായാലും നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ 48,000 രൂപയ്ക്ക് ഒരു നാനോ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. നാനോയ്ക്ക് ലോൺ കിട്ടില്ലല്ലോ. അല്ല, ലോൺ കിട്ടില്ല. അതുപോലെ തന്നെ ഇയോൺ ആണെങ്കിലോ? ഇത് 2018 വണ്ടി. 18 മോഡൽ. 2018 ഇറാ പ്ലസ് 70,000 കിലോമീറ്റർ ഓടി. 2018 ഇറാ പ്ലസ് 70,000 കിലോമീറ്റർ ഓടിയത്. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇതിൽ 2 ഡോർ വിൻഡോ വരില്ലേ? 2 ഡോർ വിൻഡോ വരും. സെൻട്രൽ ലോക്ക് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഇറാ പ്ലസ് ആണ്. 18 എത്ര ഓടിയുണ്ട്? ഇത് 70,000 കിലോമീറ്റർ ഓടി. 18 70 ഓടിയുണ്ട് അല്ലേ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നിങ്ങൾ വണ്ടി ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. ഈ ക്ലെയിം ഒന്നും ഇല്ലല്ലോ. ഓക്കെ, നല്ല നീറ്റ് വണ്ടിയാണ്. ക്ലെയിമുകളൊന്നും ചെറിയ ക്ലെയിം എന്തായാലും ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും. നമ്പർ മാറിയത്, ലൈറ്റ് മാറിയതൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമുക്ക് 2.5 കൊടുക്കാം. 2,50,000 രൂപ. 2018 മോഡൽ വണ്ടിയാണ്. 2,50,000 രൂപ പറയുന്നത്. ചെറിയ രീതിക്കൊക്കെ കുറയൂലേ? മാക്സിമം കുറച്ചിട്ടാണ്. ഫുൾ ലോൺ. ഒരു പൈസയും കൊണ്ടുവരാണ്ട് ഫുൾ ലോൺ. ഇയോൺ വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരു ഇയോണും കൂടി കാണിച്ചു തരാം. 2018 തന്നെയാ. സെയിം സാധനം. എല്ലാ സാധനവും. എല്ലാ ഇറാ പ്ലസ്. എത്ര ഓടി? സെക്കൻഡ് ഓണർ ആണ്. സിംഗിൾ ഓണർ 48 ഓടിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 48,000 കിലോമീറ്റർ, ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2,60,000. 2,60,000. ഫുൾ ലോൺ കയറുമോ? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ. വലിയ വ്യത്യാസമൊന്നും 2.25 ലോൺ കയറുന്ന വണ്ടികളാണ്. 18 വണ്ടികൾ 2,60,000 പാർട്ടിക്ക് അനുസരിച്ചാണ്. 3.25 വരെ കയറും അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ലോൺ കിട്ടും. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ് ഇതിൻ്റെയും. 2,50,000 രൂപയ്ക്ക് 2018 വണ്ടിയുണ്ട്. 2,60,000 രൂപയ്ക്കുണ്ട്. കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഈ നാനോ ആണെങ്കിലോ? ഇത് 2014 വണ്ടി. 14 ഓട്ടോക്ക് എത്രയാ? ഓട്ടം കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടി. 80 ഓടി. ജെനുവിൻ ആണല്ലോ അല്ലേ. ഓക്കെ. ഇതൊക്കെ പിന്നെ എന്തിനല്ലേ ആവശ്യമില്ലാണ്ട് തിരിക്കുകയൊക്കെ ചെയ്യുന്നത്? 14 മോഡൽ. രണ്ടാമത്തെ ഓണർ. 80,000 കിലോമീറ്റർ ഓടി. എന്താ റേറ്റ്? ഇത് റേറ്റ് നമുക്ക് 75 രൂപ, 70 രൂപ കൊടുക്കാം. 70,000 രൂപ അല്ലേ. 70 രൂപ. അടിപൊളി. 70,000 രൂപയ്ക്കും നിങ്ങൾക്ക് ഇവിടെ 14 മോഡൽ നാനോ കിട്ടും. ഇത് AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവുമോ? പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല. AC വിൻഡോ. ACയും പവർ വിൻഡോ ഉള്ളൂ. LX അതിന് ലോണൊന്നും കിട്ടാത്തതുകൊണ്ടാണ് പറയാത്തത്. ഇനി ഇതാണെങ്കിലോ? ഇത് 2017 അൾട്ടോ. 17 അൾട്ടോ. സെക്കൻഡ് ഓണർ. 90 കിലോമീറ്റർ ഓടി. 90,000. ജെനുവിൻ ആണല്ലോ അല്ലേ. ജെനുവിനാ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ ഒന്നും പോയിട്ടില്ല അല്ലേ. ഓവറോൾ വൃത്തിയുള്ള വണ്ടി. പിന്നെ ടച്ചപ്പ് ഒക്കെ എന്തായാലും വന്നിട്ടുണ്ടാവും. ഞാൻ പ്രത്യേകം പറയുന്നില്ല. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ട്. ACയും പവർ സ്റ്റിയറിംഗും 2 ഡോർ അല്ലേ. എന്താ വില? ഇത് നമുക്ക് 2.5 കൊടുക്കാം. 2,50,000 രൂപ. അതെ, 2017 വണ്ടി. ഒന്ന് നോക്കിക്കോളൂ. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം 70% ഉണ്ട്. 2017 വണ്ടി 2.5 ലക്ഷം രൂപയ്ക്ക്. അതുപോലെ തന്നെ ഈ അൾട്ടോ ആണെങ്കിലും 2010 ആണ്. 10 LXi. ഇത് എത്ര ഓണർ വണ്ടി? 68,000 കിലോമീറ്റർ ഓടിയുണ്ട്. സിംഗിൾ ഓണർ 68,000. 2010 സിംഗിൾ ഓണർ കിട്ടാണ്ടല്ലേ.
ടയർ 4 ഫുള്ളാണ്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ? ബോണ്ടൊക്കെ റീപെയിന്റ് മാറിയിട്ടില്ല. അതെ അതെ അതെ. പിന്നെ ഓവറോൾ ഒരു ആവറേജ് വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ട്. ഇത് AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ടയർ ഭാഗങ്ങളാണെങ്കിൽ ഏകദേശം ഒരു 80% മേലെ ഉണ്ട് കേട്ടോ. ഇതെന്താ വില വരുന്നത്? ഇത് നമുക്ക് 90 രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് അടച്ചു കൊടുക്കാം. 90,000 രൂപ. 2010 മോഡല്, സിംഗിൾ ഓണർ, ലോ കിലോമീറ്റർ അല്ലേ? 90,000 രൂപയ്ക്ക് ഇൻഷുറൻസ് അടച്ചു തരും. അതുപോലെ തന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ 25 വരെ ഉണ്ട് നിലവിലുണ്ടല്ലോ അല്ലേ? അതെ അതെ. അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്. അവസാനത്തെ വണ്ടിയും നമ്മുടെ ഒരു അൾട്ടോ തന്നെയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വേറെ കുറേ വണ്ടികൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിപ്പോ ഏതാ മോഡലൊക്കെ? 2009 മോഡലും ഉണ്ട്, 10 മോഡലും ഉണ്ട്. അപ്പൊ 9 LXA ആണോ? 9 LXA ആണ്. റീപ്ലേസ്മെന്റും കാര്യം നല്ല വൃത്തിയില്ല വണ്ടി, നല്ല വൃത്തിയുണ്ട് അല്ലേ? നമുക്ക് അത്യാവശ്യം എന്താ പറയുക, ആവറേജ് കണ്ടീഷനിൽ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതൊക്കെ ആ വിലക്ക് അതെ, ആ വിലക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ ഗുണം. അതുപോലെ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. മേജർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? മൈനറും ഇല്ല. അതിനാണ് റീപ്ലേസ് ഉണ്ട്. നമുക്ക് 90 രൂപ കൊടുക്കാം. ഇതാകുമ്പോൾ ഉറുപ്പ്യാവും 1 ലക്ഷം രൂപ. ഓക്കെ. 2010 90 രൂപയും 2009 1 ലക്ഷം രൂപയും. അതെ. എന്തെങ്കിലും കുറയാണ്ടോ? ചെറിയ മാറ്റമൊക്കെ ചെയ്യാനുള്ളൂ. ചെറിയ മാർജിൻ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഈ അൾട്ടോയ്ക്ക് ഒന്നും ലോൺ കിട്ടില്ലല്ലോ? ലോൺ കിട്ടൂല കേട്ടോ. അപ്പൊ എന്തായാലും 10-നൊക്കെ നമുക്ക് ചെറിയ പൈസ ചെയ്ത് കൊടുക്കാം. എടുക്കാതിരിക്കുക മാക്സിമം. അതെ അതെ. അപ്പൊ എന്തായാലും ഇത്രയും സമയം കാണിച്ച ഇത്രയും വണ്ടികൾ, ഏകദേശം ഒരു 10-20 വണ്ടി, 20-25 വണ്ടിയോളം ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ഈ വണ്ടികൾ കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്പീഡിൽ കാണിച്ചു പോയത്. ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, ഇക്കാക്ക് അയച്ചു കൊടുക്കുക, ഡീറ്റെയിൽ തരാൻ പറയാം. അപ്പോൾ അവർ വാട്സപ്പിൽ അയച്ചു തരും. ഞാൻ അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. അതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഏത് വേണേലും തിരഞ്ഞെടുക്കുക. ഫുൾ ഡീറ്റെയിൽസ് കാറ്റലോഗിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡ് വരുന്നുണ്ട്, കാണാൻ മറക്കരുത്. കുറച്ച് SUV-കളും കുറച്ച് വില കുറച്ച് തരാൻ പറ്റുന്ന നല്ല വണ്ടികളുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടോളൂ. അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.